വരുന്ന വാർത്ത ഗംഗാവലി നദിയിൽ നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചതായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, ഒരു മണിക്കൂർ മുൻപാണ് മൺതിട്ടയ്ക്ക് സമീപത്ത് നിന്ന് ഒരു സിഗ്നൽ ലഭിച്ചത്. അപ്പോൾ കൃത്യം ഒരു മണിക്കൂർ കഴിയുമ്പോൾ മറ്റൊരു സിഗ്നൽ കൂടി ലഭിച്ചിരിക്കുന്നു. അതായത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ 2 സിഗ്നലുകൾ, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇത് ഈ നദിയുടെ നടുക്ക് കൂടിയിരിക്കുന്ന ഒരു മൺതിട്ടയുണ്ട്. അവിടെ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഐബോർഡ് പരിശോധനയിലാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നേരത്തെ നമ്മൾ റിട്ടയർഡ് മേജർ ശ്രീ എം ഇന്ദ്രബാലനോട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് ലോറിയെഴുതതിന് സമാനമായ സിഗ്നലാണ്. ഇത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രൂഷ്യലായ ഒരു കണ്ടെത്തൽ കൂടിയാണ് എന്നുള്ളതാണ്. കാരണം ഇതുവരെ കണ്ടെത്തിയ ഇന്നലെയൊക്കെ രാത്രിയോ കണ്ടെത്തിയ സിഗ്നലിൽ സ്കാറ്റേർഡ് സിഗ്നൽസ് എന്നാണ് അദ്ദേഹം എന്നെ വിശേഷിപ്പിച്ചത്. അത് ലോറിയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ പറയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു കാര്യങ്ങൾ എങ്കിൽ ഈ സിഗ്നൽ കുറച്ചുകൂടി ക്രൂഷ്യലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇതുവരെയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തലായി തന്നെ അദ്ദേഹം ഇതിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതനുസരിച്ചുള്ള മുന്നോട്ടുള്ള ഈ അന്വേഷണത്തിൽ കഴിഞ്ഞ 11 ദിവസമായി നടക്കുന്ന അന്വേഷണത്തിൽ ഈ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇനിയും തെരച്ചിൽ പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെയൊക്കെ ഉണ്ടായ സിഗ്നലുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപർണ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി തന്നെ അദ്ദേഹം ഇതിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ ശ്രീ ഇന്ദ്രബാലൻ അടക്കം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അത്രത്തോളം ആവേശത്തോടുകൂടി തന്നെയാണ്, അത്രത്തോളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇനി തെരച്ചിൽ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിർണായകം തന്നെയാണിത്. നദിയിലേക്ക് ഈ മണ്ണ് പാഞ്ഞെത്തി നിരവധിയായ മൺകൂനകൾ അവിടെ രൂപപ്പെട്ട ഒരു പശ്ചാത്തലമുണ്ട്. ഇതിന്റെ ഒരു മൺകൂനയിൽ, ഏതാണ്ട് നടുവശത്തുള്ള ഒരു മൺകൂനയിലാണ് ഇത്ര കൃത്യമായി തന്നെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത് മുന്നോട്ടുള്ള തിരച്ചിലിന് ഏറെ നിർണായകമായ സ്വാധീനം ചെലുത്തും. പ്രതീക്ഷാ നിർഭരമാണ് ഇപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം ശ്രീ ഇന്ദ്രബാലൻ അടക്കം പറയുന്നുണ്ട്. തെരച്ചിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന കാര്യം കൂടി നമുക്കറിയാം. അങ്ങനെ ഓരോ നിമിഷവും നമ്മളിപ്പോൾ അറിയാം, ഉന്നതതല യോഗം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കോലയിൽ ഒരു ഉന്നതതല യോഗം നടക്കുന്നു. ഇതിൽ നമ്മുടെ മന്ത്രി റിയാസ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തെരച്ചിൽ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആലോചനയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അതിശക്തമായ അടിയൊഴുക്ക് ഇവിടെയുണ്ട്. ഈ അടിയൊഴുക്കുമായി ബന്ധപ്പെട്ട് ഈ മുങ്ങൽ വിദഗ്ധർക്ക് എത്ര തലത്തിലുള്ള ഏതൊക്കെ പ്രാഗൽഭ്യമുള്ള മുങ്ങൽ വിദഗ്ധർക്കായാലും ഇവിടെ ഇറങ്ങി തിരയാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇറങ്ങിയുള്ള ഒരു തിരച്ചിൽ, ഈ ഡൈവിംഗ് സംഘത്തിനടക്കം ഇറങ്ങിയുള്ള ഒരു തിരച്ചിൽ അസാധ്യമായ തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഒരുപക്ഷെ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ നിർത്തിവെക്കണമോ അതോ ഇതിങ്ങനെ തന്നെ തുടരണമോ എന്ന കാര്യത്തിലൊക്കെയുള്ള ഒരു തീരുമാനം ഈ ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ആ സമയത്താണ് ഇങ്ങനെയൊരു സിഗ്നലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് ഈ അന്വേഷണത്തിന് സഹായകരമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ തെരച്ചിൽ സംഘാംഗങ്ങൾ, അന്വേഷണ സംഘാംഗങ്ങൾ, ഇതുമായി നേതൃത്വത്തിലുള്ള ആളുകൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു തരത്തിലും നമുക്ക് ഈ ഒഴുക്കൊക്കെ കാരണം ഈ ഏറ്റവും അടിവശത്തുള്ള ഒരു സംഗതിയാണ് എങ്കിൽ, പുഴയുടെ അടിയിലാണ് ഈ ലോറി ഉള്ളത് എങ്കിൽ അത് മുങ്ങിയെടുക്കുക, ഇത് പൊക്കി മുകളിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യമൊക്കെ തൽക്കാലം കുറച്ച് നാളത്തേക്കെങ്കിലും അസാധ്യമായിരിക്കും. കാരണം അത്രത്തോളം അടിയൊഴുക്കുണ്ട്. അവിടെയാണ് ഈ മൺകൂനയിൽ ഒരു സിഗ്നൽ എന്നുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഒരുപക്ഷെ ആ മൺകൂന മാറ്റുകയോ മറ്റോ ചെയ്താൽ പ്രതീക്ഷാഭരമായ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെയാണ്. കാരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സിഗ്നൽ ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ലോറിയുടേതിന് സമാനമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പോഴും ഈ ഐബോർഡുകൾ ഉപയോഗിച്ചുള്ള ശക്തമായ സിഗ്നൽ തന്നെയാണ് ഈ പുതിയൊരു ഷെഡ്യൂളിലെ ഒരു പുതിയ ലീഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. 4ാമത്തെ സ്പോട്ട് കൂടിയാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മൺതിട്ടയ്ക്കടിയിലാണ് ഇപ്പോൾ ഈ പുതിയ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെയൊക്കെ നമുക്കറിയാം ഒരുപാട് ലോഹവസ്തുക്കൾ ഒരുപക്ഷെ ഈ മൺതിട്ടയ്ക്കടിയിൽ കിടക്കാനുള്ള പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഈ ലോറിക്ക് സമാനമായത് എന്ന തരത്തിൽ തന്നെ സ്ഥിരീകരിക്കാവുന്ന വിധത്തിൽ തന്നെ ഇത്തരമൊരു സിഗ്നലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരിക്കും ഇനി മുന്നോട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4ാമത്തെ സ്പോട്ടിലാണ് ഈ സിഗ്നൽ കണ്ടെത്തിയത്. രഞ്ജിത്ത്, അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ, 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള
പ്രവർത്തനമാണ് ഇന്നലെ വൈകുന്നേരം തന്നെ നടന്നത്. നമ്മൾ കണ്ടതാണ്, ദൗത്യ സംഘത്തിന്റെ വ്യക്തമാക്കിയതും ആ 4 സ്പോട്ടാണ്. രാവിലെ മുതൽ ഈ 4 സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ അല്ലെങ്കിൽ ആ പരിശോധന തുടരുകയുമാണ്. അപ്പോൾ ഈ 4 സ്പോട്ടിനപ്പുറത്തേക്ക് ഉള്ള ഒരു സ്പോട്ട് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ മൺതിട്ടയിൽ നിന്ന് വന്ന സിഗ്നൽ ഇപ്പോൾ ലഭിച്ചതാണെങ്കിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേന്ദ്രീകരിച്ച 4 സ്പോട്ടിനപ്പുറത്തേക്കുള്ള ഒരു സ്പോട്ട്, അതോ ഈ 4 സ്പോട്ടിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്പോട്ട് ഈ മൺതിട്ടയാണ്? എങ്ങനെയാണ് അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? ഇല്ല അപർണ, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 4ാമത്തെ സ്പോട്ട് ഇപ്പോൾ ഈ പുഴയുടെ നടുവിലുള്ള ഈ മൺതിട്ട എന്ന് പറയുന്നത് 4ാമത്തെ സ്പോട്ടായി തന്നെ നേരത്തെ പരിഗണിച്ചുകൊണ്ട് തെരച്ചിൽ നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് കുറച്ചുകൂടി ശക്തമായ, അവിടെ നേരത്തെ ശ്രീ ഇന്ദ്രബാലനൊക്കെ പറഞ്ഞ പോലെ സ്കാറ്റേർഡ് ആയ കുറച്ച് അത്ര വ്യക്തതയില്ലാത്ത കുറച്ച് സിഗ്നലുകൾ ലഭിച്ച ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ അതിശക്തമായ ഒരു സിഗ്നലിന്റെ സാന്നിധ്യം ലഭ്യമാകുന്നതും അത് ലോറിയുടേതിന് സമാനമായ സിഗ്നലാണ് എന്നുള്ള കണ്ടെത്തൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ആ സ്പോട്ട് കേന്ദ്രീകരിച്ച് തെരച്ചിൽ കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ സിഗ്നൽ, കാരണം നേരത്തെയൊക്കെ ലഭിച്ചു വന്നത് അത്ര ശക്തമായ സിഗ്നൽ ആയിരുന്നില്ല എന്നതാണ് ഇതിന്റെ നിർണായകമായ ഒരു കാര്യം. ആ സിഗ്നലിന് മുകളിൽ ഏറ്റവും ശക്തമായ രീതിയിൽ വ്യക്തമായ രീതിയിലുള്ള ഒരു സിഗ്നലാണ് ഈ 4ാമത്തെ സ്പോട്ട്. നേരത്തെ 2 സ്പോട്ടുകളിൽ സിഗ്നൽ ലഭിച്ച പശ്ചാത്തലമുണ്ട്. അവിടെ തിരഞ്ഞെങ്കിലും കാര്യമായ ഫലം ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. 3ാമത്തെയും 4ാമത്തെയും സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരുന്നു. അവിടെ സ്കാറ്റേർഡ് ആയിട്ടുള്ള സിഗ്നൽ ഇന്നലത്തെ ലഭിച്ച സ്ഥലമാണ് ഇത്. ഈ 4ാമത്തെ സ്പോട്ടിൽ ഇന്ന് ലഭിച്ചത് കുറച്ചുകൂടി ശക്തമായ സിഗ്നലാണ്. അത് ലോറിയുടേതിന് സമാനമാണ് എന്നാണ് ഈ രക്ഷാ ദൗത്യം സംഘം പറയുന്നത്. സ്വാഭാവികമായും അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖർ പറയുന്ന കാര്യം, ഇത് നമുക്ക് പ്രതീക്ഷാ നിർഭരമാണ്. ഇതുവരെ ലഭിച്ചതിനേക്കാളും കുറച്ചുകൂടി സാധ്യതകൾ ഈ അർജുന്റെ ലോറി കണ്ടെത്താനുള്ള സാധ്യതകളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു എന്നാണ് പറയുന്നത്. അത് തന്നെ നേരത്തെ പറഞ്ഞത് ഉത്തര കന്നഡ കളക്ടർ അടക്കം നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള യോഗം അങ്കോലയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഒരുപക്ഷെ അവിടേക്കും ഈ സന്ദേശം എത്തിയേക്കാം എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ സന്ദേശം അവിടെ എത്തുമ്പോൾ ഇതനുസരിച്ച് തിരച്ചിലുമായി ബന്ധപ്പെട്ട കൂടുതൽ പുരോഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നീക്കം ഉണ്ടായേക്കാം. ഈ യോഗത്തിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടെത്തി അർജുന്റെ കുടുംബവുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അങ്കോലയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു രൂപം ഒരുപക്ഷെ മന്ത്രി ഈ യോഗത്തിൽ അറിയിച്ചേക്കാം എന്നുള്ളതാണ്. കാരണം അത് ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ ഈ ലോറി അടിയിൽ പെട്ടുകിടക്കാൻ സാധ്യതയുള്ളതിനാൽ അവിടേക്ക് പോകാൻ ഈ ഡൈവേഴ്സിന് സാധിക്കാത്ത ഒരു പശ്ചാത്തലം ഈ കുടുംബത്തെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതനുസരിച്ചുള്ള ഒരു തീരുമാനം ഒരുപക്ഷെ ഈ യോഗത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അതിനിടയിലാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടാകുന്നത്. അത് എന്ന് പറയുന്നത് ഈ പുഴയിലെ ഈ മൺതിട്ടയിൽ ഉണ്ടായിരിക്കുന്ന ഈ അതിശക്തമായ ഒരു സിഗ്നലാണ്. ഒരുപക്ഷെ ആ സിഗ്നലിന്റെ പശ്ചാത്തലത്തിലുള്ള തിരച്ചിലേക്ക് ഇന്ന് രാവിലെ ഈ മൺതുരുത്തിൽ തന്നെ ബോട്ട് കെട്ടിയിട്ടുകൊണ്ട് ദൗത്യ സംഘം പ്രത്യേക തെരച്ചിൽ നടത്തിയിരുന്നതാണല്ലോ. അതായത് ഇങ്ങനെ നദിയുടെ നടുവിൽ രൂപപ്പെട്ട മൺതുരുത്തിൽ അവിടെ ബോട്ട് കെട്ടിയിട്ടുകൊണ്ട്, അപ്പോൾ അത് തന്നെ കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിൽ നടക്കുന്നു. അത് തന്നെ കേന്ദ്രീകരിച്ച് സിഗ്നൽ പരിശോധന നടക്കുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള കൂടുതൽ സിഗ്നൽ കിട്ടുന്നു. അപ്പോഴും ഈ ദൗത്യ സംഘത്തിന് ഈ നദിയുടെ അടിയിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധനയ്ക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊന്നും. അതായത് ഈ സിഗ്നലിന് മുൻപും ഈ സ്പോട്ട് ഒരു സംശയത്തിന്റെ സാഹചര്യത്തിൽ തെരച്ചിലിന് വിധേയമാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ സിഗ്നൽ കിട്ടുമ്പോഴും വീണ്ടും അതൊരു ശക്തമായ അല്ലെങ്കിൽ നദിക്കടിയിലേക്കുള്ള ഒരു തെരച്ചിൽ നടത്തുക എന്നുള്ളത് അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. ഈ സിഗ്നൽ എത്ര ശക്തമായിട്ട് ലഭിച്ചു എന്ന് പറയുമ്പോൾ പോലും, അല്ലേ? തീർച്ചയായും അത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത്, അപർണ, ഒരു പരിസരവാസി നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന കൂടുതലായി ഈ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്നുള്ളതാണ്. ഒരു പരിസരവാസി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പങ്കുവെക്കുകയും മറ്റും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐബോർഡ് ഉപയോഗിച്ച് പരിശോധന നടത്തുകയും ചെയ്ത്. ഇതിനെ തുടർന്നാണ് ഈ സിഗ്നൽ ലഭിച്ചത് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രാവിലെ മുതൽ ഇതിന് ചുറ്റും ഉള്ള തിരച്ചിലുകൾ നടക്കുന്നുണ്ട്. ഈ നമ്മൾ രാവിലെ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നാലും അത്തരം പരിശോധനകൾ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ മൺകൂന, ഈ പ്രധാനപ്പെട്ട ഈ മൺകൂന കേന്ദ്രീകരിച്ച് ഒരു ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ്. അതൊരു പരിസരവാസി നൽകിയ വിവരമനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു പരിശോധന ആ മേഖലയിൽ നടത്തിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അവിടെ ഐബോർഡ് ഉപയോഗിച്ച് പരിശോധന നടത്തിയപ്പോൾ അതിശക്തമായ ഒരു സിഗ്നൽ ലഭിച്ച സാഹചര്യമുണ്ട്. ഇത് രാമചന്ദ്രൻ വിവരങ്ങൾ നൽകുന്നത്. ഏറ്റവും പുതിയ